പാസ്റ്ററിൻ്റെ ചർച്ചിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇതിലെയാണ് ഇപ്പോൾ ഞാൻ ചർച്ചിൽ നിന്ന് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള ഒരു റോഡോ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിലെ കൂടാണ് നമ്മൾ ഓരോ വീടുകളും കയറിപ്പോകുന്ന വീടുകളെല്ലാം ഓരോ മലയുടെ മുകളിലാണ്. ഈ മലയുടെ മുകളിൽ ഒരു വീടെങ്കിൽ അത് ഇറങ്ങി അടുത്ത മലയുടെ മുകളിലാണ് അടുത്ത വീട്. ആകെ ഈ ഒരു വില്ലേജിൽ 155 വീടുകളേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഫുള്ള് കവർ ചെയ്തിട്ട് വേണം അടുത്ത വില്ലേജിലേക്ക് പോകാൻ. സോ ഇതിലെ കൂടാണ് വണ്ടിയെ വന്നത്. ഇന്നലെ ബൈക്കുമായിട്ട് ഞാൻ വന്നത് ഈ റോഡിൽ കൂടെ. എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒരുപാട് പോൺസ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് ലോട്ട് ഓഫ് പോൺസ് ചെയ്യുക. ലേക്കെന്ന് പറയാനൊക്കത്തില്ല, അതിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ട്. സോ ഭക്ഷണത്തിന് ഇവിടെ മീന് യാതൊരു ക്ഷാമവുമില്ല. സത്യത്തിൽ പ്രോപ്പർ റോഡ്സ് ഇല്ല, പ്രോപ്പർ ഇലക്ട്രിസിറ്റി ഇല്ല, പ്രോപ്പറായിട്ടുള്ള ഒരു സംവിധാനങ്ങളുമില്ല. ഉണ്ടോ, ഇങ്ങനെയാണ് ഒരു മലയിൽ ഒരു വീട്, അടുത്ത മലയിൽ. അപ്പോൾ ആ മല മുഴുവൻ അവരുടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരങ്ങ് കയറി അങ്ങ് താമസിക്കുക. കാടിൻ്റെ മക്കളായതുകൊണ്ട് അവരങ്ങ് താമസിക്കുക, അത്ര തന്നെ. ഇത് ചോറി ലാംഗ്വേജ് പറയുന്ന ആളുകളാണ്, ചോറി ലാംഗ്വേജ്. അപ്പം അവരുടെ ഭാഷയിലുള്ള പാട്ടുകളും ഒക്കെ പഠിച്ചാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. സത്യത്തിൽ ഒരുപാട് ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് ഈ സ്ഥലങ്ങളിൽ, ഒത്തിരി ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നെല്ലാണ് പ്രധാന കൃഷി. നെല്ല്, ബീറ്റൽ നെറ്റുണ്ട്, അരക്കൻ നെറ്റുണ്ട്, പാനിൻ്റെ ഇലകളുണ്ട്, അതൊക്കെയുണ്ട്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ പാലങ്ങൾ, ഒറ്റയടി പാലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കയറാൻ, കാരണം പോൺസ് ഉള്ളതുകൊണ്ട്. ഇന്നലെ ഞങ്ങളുടെ രവി സാറ് പാലത്തിൽ നിന്ന് വെള്ളത്തിൽ വീഴുകയും ചെയ്തു. കാരണം ആ ഹെവിനെസ് ഉള്ളൊരു ഹെവി ബോഡി ആയതുകൊണ്ട് അതും, പിന്നെ പാലത്തിൻ്റെ വഴുക്കലും, മഞ്ഞ് വീണ് ശക്തമായ വഴുക്കലുണ്ട്, അതുകൊണ്ട് അതും പറ്റത്തില്ല. അരക്കനട്രിയുടെ തടി കൊണ്ടാണ് പാലം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരെണ്ണോ അല്ല രണ്ടെണ്ണോ, ചിലപ്പോൾ ഒരെണ്ണം കാണത്തുള്ളൂ, ചിലപ്പോൾ രണ്ടെണ്ണം കാണും, ചിലപ്പോൾ മുള ഒരു 3-4 വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട്, പിന്നെ ഇത് കണ്ടില്ലേ, അപ്പോൾ അത് നനഞ്ഞ് നാശമായിട്ടാണ് അടുത്ത 2 വീടുകളിൽ പോയത്. ഓക്കെ, യാ Pastor? Pastor is not there. Pastor has come here. Husband? Yeah, Pastor is there. Yeah, he's there. Wife is there. Yeah. Yeah. You will go to Makunda, Pastor? Oh, yeah. I will come here, sir. I don't know how to go. Yeah. ഇവിടെയുള്ള ഈ പിള്ളേർ ഒക്കെ, ഇവർക്കൊക്കെ വിദ്യാഭ്യാസം ഇല്ല. ഒരു 2-3 പിന്നെ കുറച്ച് ഇംഗ്ലീഷ് കുറച്ച് പേർക്കറിയാം. പണ്ട് മിഷണറിമാരൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് 4-ാം ക്ലാസ്സോ 5-ാം ക്ലാസ്സോ ഒക്കെ ആകുമ്പോൾ പഠിത്തം നിർത്തുക. എന്നിട്ട് ഈ ഫീൽഡിലും വർക്ക് ചെയ്യുക. ഒരു 16-17 വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം കഴിക്കുക. പിന്നെ അങ്ങനെയൊക്കെയുള്ളൊരു ലൈഫാണ് ഇവിടെ. ലൈഫ് എന്ന് പറയാനൊക്കത്തില്ല, അങ്ങ് ജീവിക്കുന്നു, അത്ര തന്നെ. പശുവായിട്ടും പോത്തുമായിട്ടും പിന്നെ പന്നിയായിട്ടും കൃഷിയൊക്കെ ആയിട്ടും അങ്ങ് ജീവിക്കുക, അത്ര തന്നെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പക്ഷെ ഇവരുടെ ഇടയിൽ ഇങ്ങനെയൊന്ന് പോകാനും, സത്യത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഈ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ദിവസം പോലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണ്, റേഞ്ച് എന്ന് പറയുന്നതില്ല. നമ്മൾ ഫോൺ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക, എല്ലാ എൻ്റർടൈൻമെൻറ്റും സൈഡിലോട്ട് മാറ്റി വെക്കുക, എന്നിട്ട് നമ്മൾ പിന്നെ നടക്കുക, ഇതൊക്കെ തന്നെ. അല്ലാതെ ഓക്കെ